ശ്രീമദ് നാരായണീയം ദശകം 27 ക്ഷീരാബ്ധി മഥനവും കൂർമാവതാരവും. ശ്ലോകം 11. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉദ്ഭ്രാമ്യത് ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ദൗ ചിരമധിദേവി നിർവികാരേ. ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജ സംരാജൽ പവനപുരേശ പാഹി രോഗാത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു വാസുകിയുടെ ആ മുഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന വിഷക്കാറ്റേറ്റ് അസുരന്മാർ വല്ലാതെ കഷ്ടപ്പെട്ടു. കുറച്ച് ബുദ്ധിമുട്ട് ദേവന്മാർക്കും ഉണ്ടായി. ആ സമയത്ത് ഭഗവാൻ തൻ്റെ കാരുണ്യം കൊണ്ട് ദേവന്മാരുടെ ഭാഗത്തേക്ക് നല്ലൊരു മഴ അങ്ങോട്ട് പെയ്യിച്ചു, അവരെ തണുപ്പിച്ചു. അസുരന്മാരുടെ ഭാഗത്തേക്ക് മഴ പെയ്യിച്ചതേയില്ല. ഇനി വളരെ നേരം പാലാഴി കടഞ്ഞിട്ടും പാലാഴിയിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്ക് പാലാഴി കടയാൻ തുടങ്ങി. അതായത് അസുരന്മാരുടെ ഭാഗത്തെ ദേവന്മാരുടെ ഭാഗത്തെയും ഭഗവാൻ രണ്ട് വശത്തേക്കും അങ്ങോട്ട് പിടിച്ചിട്ട് അതിശക്തിയായിട്ട് അങ്ങോട്ട് കടയാൻ തുടങ്ങി. ഉദ്ഭ്രാമ്യത് ബഹുതിമി, വളരെ തിമിംഗലങ്ങളും, നക്ര ചക്രവാളേ. ഇവിടെ ഉദ്ഭ്രാമ്യത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിഭ്രമിച്ചുകൊണ്ട് വട്ടം തിരിയുന്ന, അതായത് പാഞ്ഞുകൊണ്ടിരിക്കുന്ന. ഇനി അവിടെ പരിഭ്രമിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ബഹുതിമി, വളരെ തിമിംഗലങ്ങളും, നക്ര മുതലകളും, ചക്രവാളി നക്ര ചക്രവാളി ബഹുതിമി നക്ര ചക്രവാളി. ചക്രവാളം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഭൂമിയും ആകാശവും തൊട്ട് കിടക്കുന്നതായിട്ട് തോന്നുന്ന പ്രദേശത്തിനാണ് സാധാരണ ചക്രവാളം എന്ന് നമ്മൾ പറയുക. ഇവിടെ വിശാലമായ എന്നുള്ള അർത്ഥം എടുത്താൽ മതി. ആ വിശാലമായിട്ടുള്ള തത്ര അബ്ദൗ, ആ സമുദ്രത്തിന് ഒരുപാട് തിമിംഗലങ്ങളും മുതലകളും എല്ലാം ഇതിങ്ങനെ കടയാൻ തുടങ്ങിയപ്പോൾ പരിഭ്രമിച്ച് അങ്ങും ഇങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിന് ചിരമധിതേ അഭി, ചിരം വളരെ നേരം, മധിതേ അഭി മധിച്ചിട്ടും കടഞ്ഞിട്ടും, നിർവികാരേ ഒരു വികാരവും ഉണ്ടായില്ല, അതായത് യാതൊരു മാറ്റവും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏക ഒറ്റയ്ക്ക് കരയുഗ കൃഷ്ട സർപ്പരാജ, രണ്ട് കൈകൊണ്ടും സർപ്പരാജ ആ വാസുകിയെ, സംരാജൻ ത്വം. ഇവിടെ രണ്ട് കൈകൊണ്ടും കരയുഗ കൃഷ്ട സർപ്പരാജ, രണ്ട് കൈകൊണ്ടും ഒറ്റയ്ക്ക് വാസുകിയെ അങ്ങോട്ട് വലിച്ചു കടഞ്ഞുകൊണ്ട്, സംരാജൻ ശോഭിക്കുന്ന ത്വം നിന്തിരുവടി, പവനപുരേശ ഗുരുവായൂരപ്പ രോഗാത് പാഹി രോഗത്തിൽ നിന്നും രക്ഷിക്കണേ. ഇവിടെ ഒറ്റയ്ക്ക് പാലാഴി കടയുന്ന ഭഗവാനെ ഭാഗവതത്തില് മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഭഗവാൻ 1000 കൈകൾ ഉണ്ടായിരുന്നു എന്നും എല്ലാ കൈകളും ഉപയോഗിച്ചാണ് ഇവിടെ കടഞ്ഞത് എന്നുമാണ് ഭാഗവതത്തിൽ. ഇവിടെ കരയുഗങ്ങളെ കൊണ്ട്, കയ്യണകളെ കൊണ്ട് വാസുകിയെ വലിച്ചു എന്ന് നാരായണീയത്തില് പറയുന്നു. അപ്പൊ ഇവിടെ 500 കരയുഗങ്ങൾ, അതായത് 1000 കൈകളോട് കൂടിയാണ് ഭഗവാൻ ഇവിടെ
വാസുകിയെ അതിശക്തിയായിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് കടഞ്ഞത്. പാലാഴി അത്രയും നേരം കടഞ്ഞിട്ടും പാലാഴിയിൽ നിന്നും ഒന്നും പുറത്തേക്ക് വന്ന് കണ്ടില്ല. യാതൊരു മാറ്റവും കാണാത്തപ്പോഴാണ് ഭഗവാൻ സ്വയം ഏകനായിട്ട് ഇത്രയും കൈകൾ ഉപയോഗിച്ച് രണ്ടു വശത്തേക്കും അതിശക്തിയായിട്ട് പിടിച്ച് കടയാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.